Hello everyone, welcome to CUET tutorial. Here a topic based on quantitative aptitude, profit and loss. ഇവിടെ ഞാനൊരു ഡീലർ ആണെന്ന് വിചാരിക്കുക. ഞാൻ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് 100 rupeesന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. മൺഡേ ഞാനത് 105 rupeesന് സെൽ ചെയ്തു. ട്യൂസ്ഡേ അത് 95 rupeesന് സെൽ ചെയ്തു. ഇവിടെ നോക്കിയേ, ഞാൻ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൈസിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. കോസ്റ്റ് പ്രൈസ്. ഞാൻ സെൽ ചെയ്യുന്ന ആ പ്രൈസിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. സെല്ലിംഗ് പ്രൈസ് 105 rupeesഉം 95 rupeesഉം എനിക്ക് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ മൺഡേ 105 rupeesന് സെൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി എനിക്കത് പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ സെല്ലിംഗ് പ്രൈസസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്. ഇവിടെ എനിക്ക് 95 rupeesന് സെൽ ചെയ്തപ്പം അത് എനിക്ക് ലോസ് ആണ്. എന്തുകൊണ്ടാണ്? കോസ്റ്റ് പ്രൈസസ് ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഏതാണോ ലാർജർ അത് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് വലുത്. ലോസ് ഇസ് ഈക്വൽ ടു, ലോസ് ആണ്, എനിക്ക് നഷ്ടമാണ് അവിടെ വന്നത്, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് എപ്പോഴും പ്രോഫിറ്റും ലോസും കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് കാണാൻ, ഇതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കണം. ഇവിടെ നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ CP ഇൻറ്റു 100 എന്നാണ്. പ്രോഫിറ്റ് പെർസെന്റ് ബൈ 100 ഈക്വൽ ടു SP ബൈ CP. നമ്മൾ ഈ ഫ്രാക്ഷനെ സെപ്പറേറ്റ് ചെയ്യാണ്, -1. SP ബൈ CP ഇസ് ഈക്വൽ ടു എന്ത് നമുക്ക് പറയാം? 1 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ബൈ 100. Taking LCM, we will get SP by CP is equal to 100 plus profit percent by 100. നമുക്ക് SP CP തന്ന, അതായത് SP കാണാനുള്ള ഫോർമുല 100. SP is equal to 100 plus profit percentage by 100 into CP. നമുക്ക് ഈസി ആയിട്ട് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹിയർ an article bought for rupees 350 is sold at a profit of 20%. Find its selling price. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 350 and profit percentage is equal to 20%. ഇവിടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കാണാനുള്ള ഫോർമുല പഠിച്ചു. സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. SP is equal to SP by CP which is equal to 350 is equal to 100 plus profit percentage means 120 by 100. SP is equal to 120 by 100 into 350. ഈ zeros cancel ചെയ്തു. 35 into 12, what is it? 35 into 12 is 420. The selling price of that article is
420 rupees. ഇത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. ലോസ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. SP മൈനസ് CP ഇസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100. താങ്ക് യു.